ഹായ്, ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക്. അതായത് ഈ ഭൂമിയിൽ കൃഷ്ണൻ ഒന്നാണ്, വിൻസെന്റ് ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്. അങ്ങനെ നമുക്ക് ജീവിക്കണമെങ്കിൽ ശശികളയെ എത്രയും പെട്ടെന്ന് പൂട്ടണം. ഇന്ന് ശശികള പച്ചക്ക് വർഗീയത പറഞ്ഞ ചില ഭാഗം ഞാനിപ്പോൾ വെച്ച് തരാം. അതായത് ശശികള പറയുന്നത് ഇവിടെ ഈദ് ആഘോഷിക്കരുത്, ഈദ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ പോയിട്ട് ആഘോഷിക്കാനാണ് ശശികള പറയുന്നത്. ശശികള പിന്നീട് പറയുന്നത് ബാബരി മസ്ജിദ്, അങ്ങനെ ഒരു മസ്ജിദേ ഈ ദുനിയാവിൽ ഇല്ലായിരുന്നു എന്നാണ് ശശികള പറയുന്നത്. അതൊക്കെ നിങ്ങൾ കേൾക്കണം. അതിനുശേഷം ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി വലിയൊരു തീവ്രവാദിയാണ്, അങ്ങനെയുള്ള തീവ്രവാദിയെ എന്തിന് മന്ത്രിയാക്കിയെന്നും ശശികള പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം. നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ശശികളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം ശശികള പറഞ്ഞത് തെറ്റെന്ന് പറഞ്ഞിട്ട് ഈ യുവതി പറയുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സംഘപരിവാർ എന്ന ഈ വിഷം തലക്കിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പാകിസ്ഥാനിലോട്ട് പോകാൻ പറയാൻ ഇവരാരാ? ശീല ടീച്ചർ എന്നൊക്കെ പറയുന്ന സത്യത്തില് അവരൊക്കെ പറയുന്നത് വാസ്തവത്തില് നമുക്ക് അതിന് മറുപടി പറയാൻ ഇപ്പം ഇല്ലാതിരിക്കുമോ? എനിക്ക് വാസ്തവത്തില് സത്യത്തിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇത്രത്തോളം ഈ രാജ്യത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കി പിന്നെ ജാതീയ സ്പർദ്ധ വളർത്തി ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന അവരൊരു അധ്യാപികയല്ലേ? ഒരു അധ്യാപികയ്ക്ക് ചേർന്നതാണോ അവർ ഈ സംസാരിക്കുന്ന ഭാഷകളെല്ലാം? കുട്ടികൾക്ക് നല്ല അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടുന്ന, കുട്ടികളെ നാളെ ഉയർന്ന ഭാവിയിലേക്ക് നയിക്കപ്പെടേണ്ട ഒരു അധ്യാപിക ഈ രാജ്യത്ത് വർഗീയ വിഷം കലർത്തി ജാതീയപരമായ സ്പർദ്ധയുണ്ടാക്കി ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഇവരെ വാസ്തവത്തിൽ എനിക്കതിനകത്തൊന്നും മറുപടി പറയാനില്ല, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ ചരിത്രം എന്താണെന്നറിയോ? ഇന്ത്യ 1947 മുൻപ്, ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഈ ഇന്ത്യയില് സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തെന്നറിയാം? ഇവർക്ക് എത്രയോ മുസ്ലിം സഹോദരന്മാരുടെ രക്തം വീണ് പങ്കിലമായ മണ്ണാണ് ഇന്ത്യ എന്നറിയാം. ദേശീയ പതാകയിൽ നെഞ്ചോടർപ്പിച്ചുകൊണ്ട് മരണം വരെയും ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് എത്രയോ മുസ്ലിം ജനങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും. ഇന്ന് ഇവർ ഈ വിഷം പറയുമ്പം ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം യുവാക്കൾ പട്ടാളത്തിൽ മഞ്ഞും ഇടിയും മഴയിലും മിന്നലും ഈ രാജ്യത്തിന്റെ കാവലാളായി മാതൃരാജ്യത്തെ സംരക്ഷിക്കുവാൻ നെഞ്ചോട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർ പട്ടാളത്തിലില്ലേ, പോലീസിലില്ലേ, ഉയർന്ന ഉദ്യോഗ തലങ്ങളിലില്ലേ? ഇവരെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ രാജ്യത്തിന്റെ സുരക്ഷിതരായി നമുക്ക് ഓരോരുത്തർക്കും ഉറങ്ങാൻ അവസരം തരുന്ന ഈ മണ്ണില് ജാതിയുടെ പേരിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ടു പോകുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? ഈ അടുത്ത കാലത്ത് പാണക്കാട് കുടുംബങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ പറയുന്ന ഞാൻ കേട്ട്. സത്യത്തില് എന്റെ ഒരറിവിൽ, ഞാൻ അത്ര വലിയ ജ്ഞാനി അല്ലെങ്കിൽ എനിക്ക് അത്രയല്ല, ഈ ശ്രീ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് കേരളത്തിന്റെ എല്ലാ ജനങ്ങളുടെയും മനസ്സിലെ ഒരു വികാരമാണ്. അത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം മനസ്സിന്റെ ഒരു വികാരമാണ് ശ്രീ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാടെന്ന് പറയുന്നത്. ഈ ആദരണീയനായ അന്തരിച്ചു പോയ ശിഹാബ് തങ്ങളെ തൊട്ടാണ് എനിക്ക് പരിചയം ഉള്ളത്. എന്റെ പൊതുപ്രവർത്തന മേഖലയിൽ, സംഘടനാ പ്രവർത്തന രംഗത്തിൽ ആകെ 2 പ്രാവശ്യമാണ് അദ്ദേഹവുമായി എനിക്കൊരു വേദി പങ്കിടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. ഇത്രയും സ്വാത്വികനായ, മനുഷ്യരോട് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും വെച്ച് പുലർത്തുന്ന വളരെ പരമകാരുണികനായ ഒരു മനുഷ്യനായിരുന്നു ശ്രീ ശിഹാബ് തങ്ങൾ എന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ അനുജന്മാരാണ് തുടർച്ചയായിട്ട് ഇപ്പൊ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി. അവരൊക്കെ എന്ന് പറയുന്ന അവർക്ക് ആരുടെയും ഒന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മുന്നണി പോരാളികളായിരുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ളവരാണ് അവരൊക്കെ എന്ന് പറയുന്നത്. ഇതറിയണമെങ്കിൽ നമ്മൾ ചരിത്രം പഠിക്കണം. ചരിത്രത്തിന്റെ പഴയ താളുകളിലൂടെ ഏടുകൾ മനസ്സിലാക്കാതെ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ കേരളം ജനാധിപത്യ രാജ്യമല്ലേ? ഒരാളിപ്പോ കുഞ്ഞാലിക്കുട്ടി സാർ ജയിച്ച് മന്ത്രിയായാൽ എന്താ കുഴപ്പം? എന്താ അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയാവുന്നതിന് എന്താ കുഴപ്പം? ഏത് മതത്തിനെ ഇവിടെ മാറ്റി നിർത്തണം? ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളല്ലേ, എല്ലാ അർഹതയും ഇല്ലയോ? അത് തീരുമാനിക്കാന് ശശികല ടീച്ചറിന് എന്താ അധികാരം? അവർക്കാരാ അധികാരം കൊടുത്തേ? അവരാണോ കേരളത്തിൽ ആര് ഭരിക്കണം ആര് ഭരിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത്? അവരാണോ? ജനാധിപത്യ രീതിയിൽ ജയിച്ച് ജനങ്ങളാൽ വോട്ട്, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമാണോ അവിടെ വോട്ട് ചെയ്തത്? എല്ലാ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ മുസ്ലിങ്ങൾ ജയിച്ച് അസംബ്ലിയിൽ വരുന്നത്. പിന്നെ ഇവർക്ക് മാത്രം എന്താ കുഴപ്പം? മുസ്ലിങ്ങൾ മാത്രം വോട്ട് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ജയിച്ചു വരാൻ പറ്റി, ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രം ഹിന്ദുക്കൾക്ക് ജയിച്ചു വരാൻ പറ്റുമോ?
എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു സമൂഹത്തിന്റെ ജനാധിപത്യത്തിന്റെ മഷിയുടെ അടയാളമാണല്ലോ ഒരാൾ ജയിക്കുന്നത്. ആ ജയിക്കുന്ന ആളിനെ ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്തോണ്ടുള്ളതാണ്. RSS സംഘപരിവാർ എന്ന ഈ വിഷം തലക്കിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഓക്കെ, ഈ ചേച്ചിക്ക് ഞാൻ കയ്യടി കൊടുക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ളവർ പറയുമ്പോൾ സുഡാപ്പിയാവുന്നുണ്ട്. ഫസൽ കരാട്ട് എന്ന ഈ ചെങ്ങായി പറയുന്നത് ശശികളെ പോലെയുള്ളവരാണ് വേണ്ടത്, ശശികളെ പോലെയുള്ളവർ മുഴുവനായിട്ടും ശശികളെ പോലെ അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഈ വൃത്തികെട്ട തെമ്മാടിയായിട്ടുള്ള ഫസൽ കരാട്ട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ സ്ത്രീ എന്ത് ക്ലിയറായി കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതായത് ശശികളയ്ക്ക് എന്ത് അധികാരമാണ് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാൻ? എന്ത് അധികാരം? ആരാണ് അവർക്ക് അധികാരം കൊടുത്തത്? VD സതീശന് പെരുന്നാൾ ആശംസ എന്നൊരു പോസ്റ്റ് എന്തിന് ഇട്ടു? രാഹുൽ മാങ്കൂടത്തിൽ ഹിന്ദു അല്ലേ, എന്തിനാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്, എന്തിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? എന്തൊക്കെ വിഷമാണ് ഇവർ കാരുന്നത്. ഒരൊറ്റ കാര്യം പറയാൻ പൊന്നു മനുഷ്യന്മാരെ, ഞാനിവിടെ വർഗീയത കൊണ്ടുവരുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ മുസൽമാനിൻ്റെ, അതായത് മുസ്ലിംസിൻ്റെ കുറേ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അവരാരെങ്കിലും ഇമാതിരി വർഗീയത വിഷം കാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കലുണ്ട്, ഓണം ആഘോഷിക്കണ്ട, അത് മുസ്ലിമീങ്ങൾക്ക് ഹലാലല്ല ഹറാമു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ പാകിസ്ഥാനിലേക്ക് പോകണം, നേപ്പാളിലേക്ക് പോകണം, അത്തരത്തിലുള്ള വിഷം ചെയ്യുന്നത് ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ശശികള കൊടുത്തത്. ശശികള നിലവിൽ പറയുന്നത് ബാബരി മസ്ജിദ് അങ്ങനെ ഒരു സംഗതിയെ ഇല്ലെന്നാണ്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അയ്യപ്പൻ ഇല്ല, ഒരു പള്ളി ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അവിടെ ചോദിച്ചു നോക്കൂ, അവരതിന്റെ പേര് നൈനാര് പള്ളി എന്നാണ്. എരുമേലി പള്ളിയുടെ പേര് നൈനാര് പള്ളി എന്നാണ്. അവര് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ അവര് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, ബാബരി പള്ളിയല്ല നൈനാര് പള്ളി, അതായത് പള്ളിയുടെ പേര് നൈനാര് പള്ളി എന്നാണ്. എരുമേലി നൈനാർ മസ്ജിദ് എന്നാണ് അതിന്റെ പേര്. ബാബർ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയില്ല. അത് നമ്മൾ ആരോപിക്കുന്നു അത് ബാബരി പള്ളിയാണ് എന്നുള്ളത്. എൻ്റെ വൃത്തികെട്ട ജന്തുവായിട്ടുള്ള വിഷം കാറുന്ന ശശികള, നിനക്ക് നാണവും മാണും ഉളുപ്പെന്ന് പറയുന്ന സാധനമുണ്ടോ ശശികള? എടി വൃത്തികെട്ട തെമ്മാടി, നിനക്കിപ്പോൾ 10-60 വയസ്സായി, നീ ചാവാനില്ലേ? ചാവുമ്പോൾ ഇത് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ അമ്പലം പള്ളി എന്ന് പറഞ്ഞിട്ടാണ് നീ ചാവുന്നത്. നല്ലവരായിട്ട് ചാവുന്നേ. നീ ചാവുമ്പോൾ നാലാൾ പറയണം അവൾ നല്ലവളായിരുന്നു. നീ ചാവുമ്പോൾ നിന്റെ വർഗത്തിലുള്ളവർ തന്നെ, അതായത് നിന്റെ അടുത്തുള്ളവർ തന്നെ നിന്നെ വിശ്വസിക്കുന്നതാണോ നീ പറഞ്ഞത്? നീ ചത്തത് നന്നായി എന്ന് നിന്റെ സ്വന്തം വീട്ടുകാർ പോലും പ്രാർത്ഥിക്കും. അതറിയോ നിനക്ക്? ഇനിയെങ്കിലും ഇനി ഒരു 10-15 വർഷമേ ജീവിക്കത്തുള്ളൂ. ഞാനിങ്ങനെയല്ല പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലെങ്കിലും ഇത്തിരി നന്നാവാൻ ശ്രമിക്കടി ശശികള. ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ നിനക്ക്? ഓക്കെ, അടുത്ത വിഷം കാറുന്നതൊന്ന് കേട്ട് നോക്കാം. വിചാരിച്ചിട്ട് ബാബർ ഹിന്ദുക്കൾ വലിയ തോതിൽ ബാബർ പള്ളിയിൽ വരുന്നു എന്ന് വിചാരിച്ചിട്ട് ബാബർ പള്ളിയിൽ നിന്ന് പോലും കെട്ടി നിറച്ച അവിടെയുള്ള പള്ളിയുടെ ഭാരവാഹികൾ ആരെങ്കിലും ശബരിമലയ്ക്ക് വരും? ഇല്ല. ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ അവർ ഈ നൈനാര് പള്ളിയിൽ കയറും. പക്ഷെ അവിടെ നിന്ന് ഒരു കെട്ടി നിറച്ചിട്ട് അവിടുത്തെ ഒരു ഭാരവാഹി ശബരിമലയ്ക്ക് വരും? ഹിന്ദുക്കൾ വലിയ തോതിൽ ബാബർ പള്ളിയിൽ വരുന്നു എന്ന് വിചാരിച്ചിട്ട് ബാബർ പള്ളിയിൽ നിന്ന് പോലും കെട്ടി നിറച്ച അവിടെയുള്ള പള്ളിയുടെ ഭാരവാഹികൾ ആരെങ്കിലും ശബരിമലയ്ക്ക് വരും? ഇല്ല. ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ അവർ ഈ നൈനാര് പള്ളിയിൽ കയറും. പക്ഷെ അവിടെ നിന്ന് ഒരു കെട്ടി നിറച്ചിട്ട് അവിടുത്തെ ഒരു ഭാരവാഹി ശബരിമലയ്ക്ക് വരും? ഹിന്ദുക്കൾ വലിയ, ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ, അതായത് അവിടുത്തെ ആ ഒരു പുണ്യമായ ക്ഷേത്രത്തിൽ ഒരു ഇതുണ്ട്. അവിടെ മുസ്ലിം സ്ത്രീകൾ ആരും പോകരുത്. എന്തിനു വേണം? ജാസ്മിൻ ജാഫർ, അവളൊരു മുസ്ലിമാണ്. അവളവിടെ റീല് ഷൂട്ട് ചെയ്തത് അവിടുത്തെ വെള്ളത്തിന് കാലിട്ടത് കൊണ്ട് ആ വെള്ളത്തിൻ്റെ അവർ കിണർ തന്നെ വീണ്ടും ശുദ്ധീകരിച്ചു. അവരൊരു പൂജ ചെയ്തു. അവിടെ അവർക്ക് പോകാൻ അലോഡില്ല. അതൊരു പുണ്യമായ ഒരു സ്ഥലമാണ്. അവിടെ എല്ലാ മതസ്ഥർക്കും പോകാൻ അലോഡില്ലെന്ന്. അപ്പോൾ ചില അമ്പലങ്ങളിൽ അങ്ങനെയാണ്, അവിടെ അന്യ മതസ്ഥർക്ക് പോകാൻ പാടില്ല. അത് അവരുടെ ആചാരം അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു അമ്പലത്തിലേക്ക് ഒരു മുസൽമാൻ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടേക്ക് പോയിട്ട് നമ്മൾ എന്തിനാണ് അവിടെ വലിയ പ്രശ്നമുണ്ടാകും? ചില പള്ളിയിൽ അങ്ങനത്തെ, ചില ദർഗയിലൊക്കെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മുസ്ലിം മതപ്രകാരം അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അറിയത്തില്ല. അതായത് ചില മതവിഭാഗങ്ങൾ ഇവിടേക്ക് വരരുത്, അങ്ങനെ എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് നമ്മൾ തെറ്റാണ്. അപ്പോൾ അതും കൂടി ഇവിടെ വിഷം കാറുന്ന ശശികള ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ബാക്കിയും കൂടി അടുത്ത വിഷം വഖഫ് ബോർഡ്. മറ്റേ അല്ലാതെ ഒരു പള്ളി എങ്ങനെ നടക്കണം അത് അവിടുത്തെ മഹല്ലുകാരല്ലേ തീരുമാനിക്കുന്നു. അല്ലാതെ അത് പാലക്കാട് ജില്ലയിൽ എങ്ങനെ നടക്കണം അത് അവിടുത്തെ മഹല്ലുകാരല്ലേ തീരുമാനിക്കും. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കളുടെ സംരക്ഷണത്തിനുള്ളതാണ് വഖഫ് ബോർഡ്. ഇതല്ല. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പഞ്ചാര പായസത്തിന്റെ അരി എത്ര അളക്കണം തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്.
എവിടെയൊക്കെ വിളക്കെത്തിക്കണം തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയിലെ ആചാര ലംഘനത്തിന് എന്ത് ചെയ്യണം, അവരാ തീരുമാനിക്കുന്നത്. അപ്പോൾ ഡേ ടു ഡേ കാര്യങ്ങളും ആചാരങ്ങളും അടക്കം നിശ്ചയിക്കുന്നത് ദേവസ്വം ബോർഡാണ്. വഖഫ് ബോർഡിൻ്റെ ഘടന വേറെയാണ്. അത് സ്വത്തുക്കൾ മാത്രം കൈകാര്യം ചെയ്യാനുള്ളതാണ്. വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കൾ മാത്രം കൈകാര്യം ചെയ്യാനുള്ളതാണ് വഖഫ് ബോർഡ്. മറ്റേ അല്ലാതെ ഒരു പള്ളി എങ്ങനെ നടക്കണം അത് അവിടുത്തെ മഹല്ലുകാരല്ലേ തീരുമാനിക്കുന്നു. അല്ലാതെ അത് വഖഫ് ബോർഡ് വന്ന ആ മഹല്ലിലെ പള്ളി ആര് വേണം എന്നുള്ളത് വഖഫ് ബോർഡ് വന്ന് ഇവിടുത്തെ ഇലക്ഷന് നിൽക്കും ഇല്ലല്ലോ. അത് അവിടുത്തെ മഹല്ല് നിവാസികളൊക്കെ കൂടിയല്ലേ ആ പള്ളിയെ പറ്റിയിട്ട് തീരുമാനിക്കുന്നത്. അതല്ല ഇവിടുത്തെ സംവിധാനം. ഇപ്പം എൻ്റെ നാട്ടിലെ ദേവസ്വം ബോർഡ് അമ്പലത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് ആര് വരണം എന്നുള്ളത് അവർ ദേവസ്വം ബോർഡ് വന്നിട്ടാണ് തീരുമാനിക്കുന്നത്. അവിടുത്തെ ഓരോ കാര്യം എന്ത് ചെയ്യണം, എന്ത് നിർമ്മാണമാണെങ്കിൽ ഇവര് പിന്നാലെ നടക്കണം. അവർക്ക് ഇഷ്ടമില്ലാത്ത അമ്പലമാണെങ്കിൽ ഇടിഞ്ഞു കുത്തി തലേ വീണാലും പുതുക്കി പണിയില്ല. അതല്ലാത്തത് ചിലപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ കടകംപള്ളിയുടെ മണ്ഡലത്തിൽ ഒരമ്പലത്തിൽ, സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു, കടകംപള്ളിയുടെ മണ്ഡലത്തിലാണ് അത് അമ്പലം, കഴക്കൂട്ട മഹാദേവ ക്ഷേത്രം. എൻ്റെ വിഷയം കാർന്ന ശശികല ഒരു കാര്യം പറയാം. നിനക്ക് ഇനിയെങ്കിലും, അതായത് നീ ചാവുന്നതിന് മുമ്പ് നീ നല്ലത് പറഞ്ഞു, അതായത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ഹിന്ദുക്കൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാക്ക് നിൻ്റെ വായിന്ന് കേട്ടിട്ട് ഞാൻ മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ശശികല. അപ്പോൾ ഏതായാലും എൻ്റെ വണ്ടി ഒന്നും വന്നിട്ടില്ല, സർവീസിന് വെച്ചിട്ടുണ്ട് ചില. അപ്പോൾ ആ വണ്ടിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റൂമിലൊന്നും സെറ്റാവുന്നില്ല. ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. തൽക്കാലം മൈൻഡപ്പ് ചെയ്യുകയാണ്. 2 ദിവസത്തിനൊന്ന് എഡിറ്റ് ചെയ്യണേ. ഓക്കെ.